അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ആക്ച്വലി അടുത്ത വർഷമാണ് പടം ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ടേ ഈ പടത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാ ഫാൻസും ഹൈപ്ഡ് ആയിട്ടിരിക്കുന്നത്. കാരണം ചത്തുകൊണ്ടിരിക്കുന്ന മാർവൽ ഒന്ന് റിവൈവ് ആയി വന്നത് തന്നെ ആ കാസ്റ്റ് അനൗൺസ്മെൻറ്റിൽ ഡോക്ടർ ഡൂമായിട്ട് RDJ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ഒരു ടൈമിൽ മാർവൽ അയൺമാൻ കാരണമാണ് പൊങ്ങി വന്നത്. ഇപ്പോൾ വീണ്ടും ഡൗൺ ആയി കിടന്നിരിക്കുന്ന മാർവലിനെ പൊക്കിയെടുക്കാൻ പുള്ളി തന്നെ വീണ്ടും വരേണ്ടി വന്നു. ഓൾറെഡി ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറേ റീഷൂട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഇനിയും ഉണ്ടാവും. ഈ പടത്തിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഏതൊക്കെ ഹീറോസാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ഓൾറെഡി നമ്മുടെ RDJ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ ചെയറൊക്കെ കസാരൊക്കെ നിരത്തി വെച്ചിട്ട് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഔട്ട്ഫിറ്റ് ഇവരൊക്കെ ഏത് രീതിക്കാണ് ഈ പടത്തിൽ അപ്പിയർ ആവാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്കറിയില്ല. ഓൾറെഡി ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്കതൊക്കെ ഫേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ പടത്തിൻ്റെ ഏതോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ചെയർ വാച്ചിൽ കാണിച്ചിരിക്കുന്ന ഹീറോസിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ലുക്ക് അടങ്ങിയിട്ടുള്ള പോലെ ഒരു ബാഗിൻ്റെ പടം ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അതായത് പുള്ളിക്കാരത്തിൻ്റെ ബാഗിൽ ആ ചെയർ വാച്ചിൽ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഡൂംസ്ഡേയിൽ എങ്ങനെയായിരിക്കും അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളൊരു ഫസ്റ്റ് ലുക്ക് ഒരു ടീസർ പോലത്തെ ഒരു ഫസ്റ്റ് ലുക്ക് മാത്രം ജസ്റ്റ് അവരുടെ പ്രൈവറ്റ് അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാതെ ആ ചെയർ വാച്ചിലുള്ളത് പോരാതെ ഒരു എക്സ്ട്രാ ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ആരാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഈ ചേച്ചി ഒരു SFX ആർട്ടിസ്റ്റുമാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഇൻ്റർനെറ്റിൽ കടന്ന് റൂമറായി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ട് ആരും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. അതായത് ഇവർ തന്നെയാണോ ആ ഡൂംസ്ഡേയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്നുള്ള കാര്യം പോലും ഒഫീഷ്യലായിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോ അവരുടെ തന്നെ ഹാൻഡ് ബാഗിലാണ് കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാരത്തിയുടെ തന്നെ ആ പോസ്റ്റിൽ പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എനിക്കിത് ഇടാം ഫൈനലി ഡൂംസ്ഡേ എന്ന് പറഞ്ഞിട്ട്. സോ ഒരു പക്ഷേ ഇതൊക്കെ സത്യമായിരിക്കും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അസ്യൂം ചെയ്തിട്ട് ആരൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡോക്ടർ ഡൂമാണ്. ചൈനീസ് മാർക്കറ്റിംഗ് എക്സ്പോയിൽ ഡൂമിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കാണിച്ചിട്ടുണ്ടാവും. അതേ ലുക്കിൽ തന്നെയാണ് ഈ ബാഗിൽ പുള്ളിക്കാരൻ്റെ ഫോട്ടോയും കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ റീഡ് റിച്ചർഡ്സ് അതായത് മിസ്റ്റർ ഫാന്റാസ്റ്റിക് പുള്ളിയുടെ സൂട്ടിൻ്റെ മുകളിൽ എന്തോ ഒരു ലാബ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തണ്ടർബോൾട്സ് ടീമിനെ വരിയായിട്ട് കാണിക്കുന്നുണ്ടാവും. അതായത് തണ്ടർബോൾട്സിൻ്റെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുള്ള നമ്മുടെ അതേ സൂട്ടിൽ തന്നെയുള്ള ബക്കി ബാൻസ്, പിന്നെ നമ്മുടെ പുതിയ ബ്ലാക്ക് വീഡോ എലീന ബെല, പിന്നെ ഒരു റെഡ് കളർ സൂട്ടുള്ള ഒരു പുള്ളിക്കാരനെ കാണിക്കുന്നുണ്ട്. തലേന്ന് അതിൽ ക്ലിയർ ആവുന്നില്ല. എൻ്റെ ഒരു ഗസ് ഉണ്ട് അത് ആരാണെന്ന്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ബീസ്റ്റ്, ഇത് മാർവൽസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിരിക്കുന്ന ആ ബീസ്റ്റ് ആവാനായിരിക്കാനാണ് ചാൻസ്. എന്താവും അറിയില്ല. പിന്നെ ഗോസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നമ്മുടെ തോറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വാറിൽ തോർ ഏത് ലുക്കിലാണ് വന്നത് അതായത് ആ ഷോർട്ട് ഹെയർ കട്ടൊക്കെ ആയിട്ട് ആ ഒരു ലുക്കിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻഫിനിറ്റി കാറിൽ കാണിച്ചിരിക്കുന്ന പോലെ താടിയും മുടിയും ഒന്നും ഇല്ലാതെ ഒരു റഫ് ലുക്കായിട്ടാണ് പുള്ളി വരുന്നത്. ചിലപ്പോൾ റൂസോ ബ്രദേഴ്സ് ആയതുകൊണ്ട് ആ ഇൻഫിനിറ്റി വാറിൽ കാണിച്ചിരിക്കുന്ന അതേ ലുക്ക് തന്നെ ഇതിൽ കൊണ്ടുവന്നതായിരിക്കാം. പിന്നെ സൂസൻ സ്റ്റോം ഓഫ് കോഴ്സ് നമ്മുടെ ഇൻവിസിബിൾ വുമൺ, പിന്നെ നമ്മുടെ ഷൂരിയുടെ ബ്ലാക്ക് പാന്തർ, പിന്നെ നമ്മുടെ റെഡ് ഗാർഡിനെ കാണിച്ചിരിക്കുന്നത് ഒരുമാതിരി മൊട്ട അടിച്ചിരിക്കുന്ന രീതിയിലാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ പാട്രിക് സ്റ്റുവർട്ടിൻ്റെ ആ പ്രൊഫസർ എക്സ്, പിന്നെയാണ് നമ്മുടെ സൈക്ലോപ്സ്. അതായത് സൈക്ലോപ്സിന് ഏതാണോ കോമിക് ആക്യുറേറ്റ് ലുക്ക് അതേ ലുക്കിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് ഇവന്മാർ ഈ പടത്തിൽ വരാൻ പോകുന്നതെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ടോറസ് ആസ് ഫാൽക്കൺ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, പിന്നെ പുള്ളിയുടെ അടുത്ത് തന്നെ നമ്മുടെ തിങ്, പിന്നെ നമ്മുടെ ഷാങ്ചി, പിന്നെ പുള്ളിയുടെ അടുത്തുള്ള ഇയാളെ കണ്ടിട്ട് എംബാക്കുവിനെ പോലെ ഉണ്ട് ആയിരിക്കും. പിന്നെ നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ കണ്ടിട്ടുള്ള ആ സെയിം ലുക്കിൽ തന്നെ വരുന്നത് നമ്മുടെ ഗാംബിറ്റ്. ഓഫ് കോഴ്സ് ഗാംബിറ്റിനെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ പുള്ളി എസ്കേപ്പ് ആവുന്ന പുള്ളിയുടെ മുമ്പിൽ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. പുള്ളി എന്തായാലും ഡൂംസ്ഡേ വരാൻ ചാൻസ് ഉണ്ട്. വരുമല്ലോ. പിന്നെ നമ്മുടെ നൈറ്റ് ക്രോളർ, പിന്നെ അടുത്ത ആളാണ് നമ്മുടെ സെൻട്രി. ആക്ച്വലി ബോബല്ല, സെൻട്രി ആയിട്ട് തന്നെയാണ് വരുന്നത്. ആക്ച്വലി സെൻട്രീനെ ഈ പടത്തിൽ എന്തായാലും കൊണ്ടുവരും, ഡൂംസ്ഡേയിൽ എന്തായാലും കൊണ്ടുവരുന്ന എനിക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ഇൻഫിനിറ്റി വാർ ആണെങ്കിലും എൻ ഗെയിം ഒക്കെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഒരു പവർഫുൾ ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ താനോസിനെ കാണിച്ചിട്ടുണ്ടാവുക. ഇൻഫിനിറ്റി വാറിലാണെങ്കിൽ നമ്മുടെ ഹൾക്കിനെ, എൻ ഗെയിമിലാണെങ്കിൽ തോറിനെയൊക്കെ അടിച്ചിരുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഡൂമിനെ അത്രയും പവർഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സെൻട്രീനെ കൊല്ലാനും ചാൻസ് ഉണ്ട്. സെൻട്രീനെ നമ്മുടെ ഡൂം തന്നെ പുള്ളിയുടെ കൈ കൊണ്ട് കൊല്ലുന്ന പോലെയൊക്കെ കാണിച്ചെന്ന് വരാം. കണ്ടാലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ ഡോക്ടർ ഡൂമാണ് വരുന്നത്. പുള്ളിക്ക് അത്രയും വലിയൊരു പ്ലാൻ ഉണ്ടാവും, അത്രയും പവർഫുൾ ആയിട്ടായിരിക്കും പുള്ളി വരുന്നത്. സോ സ്ട്രാറ്റജിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാം. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോൾ റെഡിൻ്റെ ആൻഡ്മാൻ, പിന്നെ ജോണി സ്റ്റോം അതായത് നമ്മുടെ ഫയർമാൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ജോണി സ്റ്റോം പുള്ളിയുടെ സൂട്ടിലല്ല, ആ സൂട്ട് പോലെ നീല കളറിൽ എന്തോ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കൊമ്പൊക്കെ വെച്ചിട്ട് പുതിയൊരു കോസ്റ്റ്യൂമിലുള്ള നമ്മുടെ ലോക്കി. വെറും ലോക്കിയല്ല, ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ലോക്കി. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ലോക്കി സീരീസിൻ്റെ എൻഡിൽ നമ്മുടെ ലോക്കിക്ക് പുതിയൊരു സൂട്ടും ഹോണൊക്കെ വരുന്ന പോലെ ഉണ്ടെങ്കിലും അത് ഒരു ഗോൾഡൻ കളർ ഹോണൊന്നും അല്ല, അതൊരു ഗ്രേ കളർ ബ്ലാക്ക് പോലത്തെ ഒരു ഹോണാണ്. പക്ഷേ ഇതിലത് മാറിയിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടു അറിയാം.
പിന്നെ നമ്മുടെ നെമോർ കുറച്ചും കൂടി ഡ്രസ്സൊന്നും ഇല്ലാതെയല്ല, കുറച്ച് എന്തോ ഒരു കോട്ട് സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സ് പോലെ ഉണ്ട്. പുള്ളി ചിലപ്പോൾ ഒന്ന് പരിഷ്കാരിയായതായിരിക്കും. പിന്നെ മിസ്റ്റേക്ക് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ US ഏജൻറ്റ് തലയിലൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ തണ്ടർബോൾസിൻ്റെ ആ എൻഡിങ്ങിൽ കണ്ട പോലെ തന്നെ. പിന്നെ അവസാനമാണ് ഒരാളും കൂടി, അതായത് ഈ ഒരാളായിരിക്കും ആ മറ്റേ RDJ വെച്ചിട്ടുള്ള ആ ചെയർ വാച്ചിൽ കാണിച്ചിട്ടില്ലാത്ത ഒരാൾ, വേറെ ആരുമല്ല നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്. അഫ്കോഴ്സ് ഡൂംസ്ഡേയിലാണെങ്കിലും സീക്രട്ട് വാർസിലാണെങ്കിലും ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് തന്നെയായിരിക്കും ഒരു മേജർ കീ റോൾ ഈ പടത്തിൽ കളിക്കാൻ വേണ്ടി പോകുന്നത്. ആ ചെറുക്കനെ വെച്ചിട്ടായിരിക്കും മൊത്തം ഇൻഫിനിറ്റി സ്റ്റോൺസ് പോലത്തെ ഒരു സംഭവം ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിന് മുമ്പ് ഒരു ചോപ്പ് കളർ സൂട്ട് ഇട്ടിട്ട് ഒരാളെ ഞാൻ കാണിച്ചു ഗസ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് വേറെ ആരുമല്ല മഗ്നീറ്റോ ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഇയാൻ മക്ലാൻ്റെ മഗ്നീറ്റോ ഉണ്ടെന്ന് ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ളതാണ് ആ ചെയർ വാച്ചിൽ തന്നെ. പിന്നെ ആ റെഡ് കോസ്റ്റ്യൂമൊക്കെ വെച്ച് നോക്കുമ്പോൾ അഫ്കോഴ്സ് അത് മഗ്നീറ്റോ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഈ ലീക്ക് അനുസരിച്ചിട്ട് ഈ കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മൊത്തം സ്റ്റോറിയും പോകാൻ വേണ്ടി പോകുന്നതെന്നല്ല. പക്ഷേ ഓൾറെഡി ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും ഇതിലുള്ള ക്യാരക്ടേഴ്സും എക്സാക്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. ചിലപ്പോൾ ആ ഒരു ചെയർ വാച്ചിൽ കാണിച്ചിരിക്കുന്ന ആ മെയിൻ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും മൊത്തം സ്റ്റോറി ചിലപ്പോൾ മൂവ് ആവാൻ വേണ്ടി പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരില്ല എന്നല്ല, വരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കൂ എന്തോന്നടാ ഇതൊക്കെ വിശ്വസിക്കണമെന്ന്, വരുന്നവനും പോകുന്നവനൊക്കെ ഓരോ കഥ അടിച്ചു വിടുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു കഥ കേട്ടു, അപ്പോൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഒരുപാട് റൂമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ ക്രിസ് ഇവാൻസ് പുള്ളിയുടെ ഫിസിക്കിലേക്ക് തിരിച്ചു വന്ന് പുള്ളി ഡൂംസ്ഡേയിൽ ഒരു റോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാപ്റ്റൻ ഹൈഡ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിനറിയാം ഇതൊക്കെ ഉള്ളതാണെന്ന്. ആക്ച്വലി ഇപ്പോൾ ചെറിയൊരു ലീക്ക് നടത്തിയിട്ടുണ്ട്, അതായത് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനയ്ക്ക് ശേഷമായിരിക്കും ഈ പടം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ലീഡ് വെച്ചിട്ട് ഓൾറെഡി ക്യാങ്ങിനെ ഇല്ലാതാക്കി, പക്ഷേ വേറെ ക്യാങ്ങുകൾ വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടല്ലോ. സോ ആ ക്യാങ്ങുകൾക്കൊക്കെ ഒരു മുഖ്യത്വം കൊടുത്തിട്ട് ഈ ക്യാങ്ങുകളെ എങ്ങനെ ഡൂം ഇല്ലാതാക്കി എന്നിട്ട് ഡൂം എങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ വന്നു എന്നുള്ള രീതിക്കായിരിക്കും കഥ പോകാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാത്ത രീതിക്ക് അങ്ങ് പോകുന്ന പോലെ ആയിപ്പോവില്ലേ. കാരണം മൊത്തം ആ മൾട്ടിവേഴ്സിനെ തന്നെ ഒരു കൺട്രോളിങ്ങിൽ വെച്ചിട്ടുള്ളത് തന്നെ നമ്മുടെ ഈ ഗ്യാങ് ദ കോൺക്കറിൻ്റെ ആ മറ്റേ സംഭവമാണ്, ആ മൊത്തം ഗ്യാങ്ങാണ്. സോ അവർക്ക് ഒരു എൻഡിങ് കൊടുത്തതിന് ശേഷമേ ഡൂമിൻ്റെ എൻട്രി പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടായിരിക്കും അവിടുന്നായിരിക്കും പുള്ളി എന്നിട്ട് നമ്മുടെ ലോക്കിനെ തപ്പിപ്പോകുന്നത്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക് ആയിട്ടുള്ളത് ആൻഡ്മാൻ ആയിരിക്കും. സോ ഒരു കീ റോളായിട്ട് ഇതിൽ ആൻഡ്മാനും ഉണ്ടാവും. എന്നിട്ട് ലോക്കിനെ തല്ലാൻ പോവുക, അങ്ങനെ യൂണിവേഴ്സ് മാറും, എക്സ്മാൻ യൂണിവേഴ്സ് വരും, എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്, ദൈവത്തിനറിയാം എന്താവുന്നു. അപ്പോൾ ഓക്കെ, ബൈ.